വരുമാനം വരുമാനമാണ് ഉദ്ദേശിക്കണതെന്ന് പറയില്ലേ. ആ അപ്പൊ നമ്മള് അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ചാറ്റ് ബോട്ട് വർക്ക് ആവുമെന്ന്. ടൈപ്പ് ചെയ്താല് കാക്ക് മനസ്സിലായില്ല. അപ്പൊ ഇല്ല. ചാറ്റ് ബോട്ടിനെ സമയത്തോളം അവന് ഒന്നടിക്കോ രണ്ടടിക്കോ ഒന്ന് വിഷയമില്ല, എന്താണോ അടിക്കണത് അതിനനുസരിച്ച് മറുപടി പറയല്ലേ ഈ ചാറ്റ് ബോട്ട്. ആ അപ്പൊ നമ്മള് മറുപടി പറഞ്ഞാൽ നമ്മള് ഇവരെ എൻഗേജ്മെന്റ് ഇല്ലാതിരുന്ന സമയത്ത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചാറ്റ് ബോട്ട് ആ കസ്റ്റമർ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മറുപടി തരുമോ? ഇല്ല. അത് ഇല്ലല്ലോ. എന്താ ചെയ്യാന്ന് വെച്ചാ ഇല്ലില്ല. അത് അത് പേടിച്ചിട്ടാണ് ഞാൻ ഒന്നും തൊടാത്തത്, നേരെ വിളിച്ചു പറയുന്നത്. അല്ലല്ല, നിങ്ങൾക്ക് എന്തും പറയാ. ആ എന്ന് വെച്ചാല് അതില് ഇപ്പോ ഇപ്പോ പിന്നീട് ഓരെന്താക്കി ഈ ആ ഒന്ന് എന്നുള്ള ആറ് ആറ് എന്നുള്ള നമ്പർ ഞെക്കിയാൽ അത് അങ്ങോട്ട് ട്രിഗർ ചെയ്യും. ആ ആ ആ ആ അല്ല, അവര് ഞെക്കാതെ പിന്നെ മാനുവൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മാനുവൽ സംസാരിക്കാം. അതിന്റെ ഇടക്കെല്ലാം മാനുവൽ ആയിട്ട് നമുക്ക് ഇടപെടാം. ശരി ശരി ശരി, ഞാൻ ആ ഒരു കാര്യം പേടിച്ചത് കൊണ്ടാണ്. കാരണം ഇവര് ടൈപ്പ് ചെയ്യാതെ ഇവർക്ക് മെസ്സേജ് വന്നു എന്നുള്ള രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടേ ആ, ഞാൻ നേരെ ആ. വിളിക്കണത്. പിന്നെ ഇവർക്കൊക്കെ വിളിച്ച്. ഞാനും വിചാരിക്കും നിങ്ങളൊന്നും ഇടപെടുന്നത് കാണുന്നില്ലല്ലോ, ആ നിങ്ങളിങ്ങനെ. അല്ലക്ക നമ്മളെ ഈ ചാറ്റ് ബോട്ടിന്റെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയ സമയത്ത് നമ്മൾ എന്താണോ മെസ്സേജ് അയക്കണത്, മുതലാളി ആയാലും തൊഴിലാളി ആയാലും ചാറ്റ് ബോട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ, 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 അപ്പൊ ഞാൻ ഓണർ നിലക്ക് ആരെ മെയിലിൽ നിന്നാണോ കണക്ട് ചെയ്തത് അവര് പറയുന്ന സമയത്ത് ഇതേപോലെയാണോ മറുപടി പറയാന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ മുണ്ടാതിരുന്നത്. ആ. അത് നമ്മൾ ഡിലേ സെറ്റ് ചെയ്താൽ ഡിലേക്ക് അനുസരിച്ച് പോകും. ഓക്കെ, ഇവർക്കൊക്കെ അതിന്റെ ഇടയ്ക്ക് വിളിച്ചിട്ടാ ആരെങ്കിലും പേയ്മെന്റ് ചെയ്തോ? പേയ്മെന്റ് ആരും ചെയ്തിട്ടില്ല, എന്നാരും ചെയ്തിട്ടില്ല. ഇല്ലേ. ഉം. ഇന്ന് 10-20 ആൾക്കാർ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്. ഗ്രൂപ്പ് കയറിയിട്ടുണ്ട്, എല്ലാം ഹോട്ടാണ്. ഇന്ന് വിളിക്കാൻ പറഞ്ഞ ഇതാ ഒരു ലിസ്റ്റ് ഇവിടെ ഉണ്ട് ഹോട്ടായിട്ട് നാം കിടക്കുന്നത്. തരുന്ന അയക്കുന്നു, ആ നമ്പർ അയക്കും. പക്ഷെ എനക്കൊന്നും വിളിക്കുവാനായിട്ടില്ല ഇന്നും ആരെയും. അതെ. ഇവരെല്ലാം നാളെ വിളിച്ചിട്ട് ഇതിൽ ആ കയറ്റുന്നല്ല. ഞാൻ നാളെ നേരെ വെബിനാർക്ക് വിളിക്കാം. വെബിനാർ മെസ്സേജ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാം. മെയിനാണ് മെസ്സേജ് വിളിക്കണമെന്നില്ല. ആ ആ എല്ലാവർക്കും നമ്മളൊരു ഒരു പേരെന്തെന്നാലും ഇവരെല്ലാം ശരിക്കും കുറെ ആൾക്കാരിൽ ഇത് ഈ ആഴ്ച കഴിഞ്ഞ് പഠിക്കാം, പൊതുപ്രവർത്തകൻ ഇഷ്ടം, അങ്ങനെ പലതും ഞാൻ എടുത്ത് എഴുതിച്ചിട്ടുണ്ട്. ഉം, 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 പക്ഷെ വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ഫുള്ളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉം, രാവിലെ ചെയ്തതാണ്. രാവിലെ ഉണ്ടാക്കി എൻ്റെ പിന്നെ ടേക്മേ ഒക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ച്. ഉം, ഉം. ഉള്ളു. കോഴ്സ് കയറ്റിയാ. ബാക്കിയൊന്നുമില്ല. കോഴ്സ് ഞാൻ നേരത്തെ ആ ആ ആ ആ കോഴ്സ് കംപ്ലീറ്റ് അല്ല, കുറച്ച് കയറ്റി. പക്ഷെ എന്നിട്ടാണ് ആൻഡ്രോയിഡിന്റെ ആപ്ലിക്കേഷന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആപ്ലിക്കേഷൻ റെഡി ആക്കുള്ളൂ. ശരി ശരി ശരി. അത് നമ്മളെല്ലാം ഓൺലൈനിൽ ചെയ്യുന്ന തന്നെയാണ്. പക്ഷെ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ആടെ എന്തോ ഒരു 3 കാറ്റഗറി ഉണ്ട്, അത് ഫില്ലപ്പ് ആണോ അതുകൊണ്ട് ഉം, ആവില്ല എന്നാണ്. അപ്പൊ ഈ എന്തെന്ന കാറ്റഗറി ഞാൻ കുറെ നോക്കി വന്ന് മനസ്സിലാവില്ല. ഉം, ഉം, ഉം. പിന്നെ അപ്പൊ അതിൽ ഞാന് വെക്കണം. പിന്നെ വേറൊരു കാര്യം, വെറുതെ നമ്മളെ ഇതിലേ ആ നമ്മളെ ആഡ് വെറുതെ ഒന്ന് ഞാൻ ഓണാക്കി നോക്കിയാണ്. ആ ലാസ്റ്റ് സ്റ്റേജിലാണല്ലോ എന്നിട്ട് നിർത്തിയത്. ആ അപ്പോ നമ്മൾ ആ ഗ്രീറ്റിംഗ് മെസ്സേജ് ഇല്ലേ, നമ്മളെ ട്രിഗർ ആ മെസ്സേജ് എല്ലാം പോയിട്ടുള്ളത്. ഇതാണ് പോയിക്കള്. ആ ഈ കോഴ്സിനെ കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യം ജനിച്ചത് സന്തോഷം ചോദിച്ചോളൂ. ഇവര് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ട്രിഗർ ചെയ്യാം. അപ്പൊ ഇതെന്നാ ടെൽമി ഇത് മെസ്സേജ്. ഞാൻ എന്നിട്ട് പിന്നെ അവർക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഒരു അതെയോ? ടെൽമി അബൌട്ട് ദ കോഴ്സ് ടെൽമി എന്നുള്ളത് നിങ്ങളൊന്ന് ഈ കീവേഡ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. വിളിച്ചിട്ടില്ല, വിളിക്കാൻ നേരം കിട്ടിയില്ല. വർക്കാവുന്നുണ്ട്. ഹലോ. ഹലോ, കേൾക്കണ്ട? ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഉം. ആഡ്സ് മാനേജറിൽ പോവാം. ഓക്കെ. അതൊന്നും കൂടി കാണിച്ചെങ്കില് പിന്നെ ബാബീസിൽ വന്ന മെസ്സേജ് നോക്കാം. അവിടെ ഇത് മാറ്റണ്ടേ? അത് അതിന്റെ തുടക്കം കാണിച്ചതോ ഫസ്റ്റ്. നാളെ അത് തുടക്കം. ഒരു ആഴ്ച. ടെൽ മീ അബൌട്ട് ദ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അയച്ചതാ ഒരാഴ്ച. ഇത് ഞാൻ അയച്ചത്. ഇത് നിങ്ങള് ഇതാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. 4 മെസ്സേജേ വന്നിട്ടുള്ളൂ. ആ ഓക്കെ അപ്പൊ ഓക്കെ. പക്ഷെ മുഴുവനായിട്ട് റെഡി ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയതാണ്. ആഡ് വിത്ത് ആ സ്മൈൽ. ഞാൻ ഇതാണ്ട് ഓഫാക്കി.
ആദ്യത്തേതാണ്ട് ഓഫാക്കി. ആ. ഉം, ഉം. അപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓൾറെഡി ഒരു ആഡ് ഉണ്ടായിരിക്കും, മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പറ്റില്ല. ആ, ഓക്കെ, അതെ അതെ, അതാണ് അതാണ്. ഓക്കെ. ഇനി ഇതിന്റെ ഒരു ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിന്റെ ആഡ് ഉണ്ടല്ലോ, എല്ലാം ഉം. കുറെ എണ്ണം ഇതായിട്ട് റോങ് ആയിട്ടാണ് കിടക്കുന്നത്. ഏതേടെ? നമ്മളെ കോൺവെർസേഷൻ മാറ്റണ്ടേ? ഞാൻ എന്നിട്ട് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ, പക്ഷേ നിങ്ങൾ എഴുതിയില്ലേ സന്തോഷം കോഴ്സിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയില്ലേ, അത് എവിടെയാണ്? അതതിന്റെ താഴെ ഉണ്ടല്ലോ, അതിന് നമ്മൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാ പോരെ? എല്ലടോ, ടെക്സ്റ്റ് ടെൽ മീ അബൌട്ട് ദ കോഴ്സ്, ടെൽ മീ ടെക്സ്റ്റ്. അതിപ്പോ ഇതിപ്പോ നേരത്തെ ഞാൻ മാറ്റിയതാ. ഇത് ആദ്യം നിങ്ങൾ ഇവിടെ എഴുതിയതാണ് മുകളിൽ വരുന്നത്. ഇവിടെ നമ്മൾ വരുന്നത്. ഇവിടെ എഴുതിയതാണ് മുകളിൽ വരുന്നത്. ഇത് എന്തിനുള്ളതാണ്? അപ്പൊ അതിന് അപ്പൊ ഞാൻ രണ്ടും ഇപ്പൊ ഒന്ന് തന്നെ എഴുതി. അല്ല 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 അല്ല, നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്താണോ ഇതല്ല, ഇത് താഴെ ഏത് മാട വന്നതാണോ? ഞാനിപ്പോ ടൈപ്പ് ചെയ്തതാണിത്. ഇത് ആദ്യം ഉണ്ടായിരുന്നത് നേരത്തെ എന്തേലും ഇവിടെ നേ- എന്തേലും നേരത്തെ ഉള്ളത്? നേരത്തെ ഇതായിരുന്നു ഇതാ ഈ ഇത് കോഴ്സിനെ കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യം ജനിച്ചതിൽ സന്തോഷം. അതായിരുന്നു മേലെ ഉള്ളത് അല്ലേ? അതായിരുന്നു അടിയിലുള്ളത്. അപ്പൊ മേലെ മേലെ ഇതും ടെൽമീന്നു. മുകളിൽ ടെൽമി ആയിരുന്നു. അപ്പൊ അത് തിരിച്ചു മറിച്ച് വിട്ടു കൊടുത്താൽ മതി. മതിയോ? ആ, ഇവിടെ ആടെ നേരത്തെ എന്തായിരുന്നുള്ള അതിന്റെ ഓപ്പോസിറ്റ് ഇടുക. അത് നേരത്തെ ഇതായിരുന്നു ടെൽമി അബൌട്ട് ആയിരുന്നു. ഇവിടെ ടെൽമി ആ, അബൌട്ട് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഏ? ഇവിടെ ഗ്രീറ്റിംഗ് ആയിരുന്നു. ഇതാണ് ആ, ഓക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നാ ആ, ആ, ആ. പക്ഷെ കഥ ഉം. പക്ഷെ വന്നിട്ടില്ല. എന്താണ് ഏ? ശരിയാണോ? അല്ലല്ലല്ല, കോഴ്സ് വ്യൂ. രണ്ടും ഇപ്പൊ നമുക്ക് തന്നെയാണ് കൊടുത്താലോ? ഏ? രണ്ടും തന്നെയാണ് കൊടുത്താലോ? ടെൽമി അബൌട്ട് കോഴ്സ്. ആ, അതങ്ങ് കൊടുത്തേക്ക്. കാരണം നമുക്ക് ഇനി ഓക്കെ. ഇനി വർക്ക് ആവുന്നതിനനുസരിച്ച് നോക്കാലോ. അല്ലല്ലല്ലല്ലല്ല, നിങ്ങൾ ഇതിങ്ങനെ എന്താ തന്നെ. ചെയ്ത്? ഓക്കെ, ഇപ്പൊ കൊടുത്ത കറക്റ്റാ. ആണോ? ഒന്നും മാറ്റണ്ട മാറ്റണ്ട, കറക്റ്റാ. ഓർക്ക് ഇതാ വരുക, അന്നേരം ഓലിവിടെ സെൻഡ് അടിക്കൂ. സെൻഡ് അടിച്ചാൽ ഈ മെസ്സേജ് പോകുന്നാ പറയുന്നത്. ആ. ഓക്കെ, ശരി. ഇപ്പൊ കറക്റ്റാ അത്. കറക്റ്റാ. സേവ് കൊടുത്ത അത്. ആ, സേവ് കൊടുത്തേക്ക്. ഓക്കെ. ഇനി ആഡിൽ കുറച്ച് വ്യത്യാസം ഉണ്ട്. ആഡ് കുറെ എണ്ണം റിജക്റ്റഡ് ആണ്. നിങ്ങൾ ഇവിടെ ആ റിജക്ട് നിങ്ങൾ നോക്കണ്ടാന്ന്. വീഡിയോസ് നിങ്ങൾക്കിപ്പോ നാല് ആണെങ്കിൽ അത് നിങ്ങൾ അത് വീഡിയോസ് നമ്മൾ ഒറ്റ സൈസായി കൊടുത്ത് നിങ്ങൾ എല്ലാ സൈസും കൊടുത്തില്ലല്ലോ. നമ്മൾ മൂന്ന് നിങ്ങൾ സൈസിൽ കൊടുത്തത് ഉണ്ടാക്കിയില്ലേ? 1:2. ഉണ്ടാക്കി, പക്ഷെ ആള് കൊടുത്തിട്ടില്ലല്ലോ. അത് നോക്കാലോ. ആടെ പരിച്ച് ഇപ്പൊ 4 ലീഡ് വന്നിക്കാ. ആ അപ്പം വർക്കാണ് സാധനം. നിങ്ങൾ ഈ അധികം വിശ്വാസമാക്കണ്ട അതിൽ പോയിട്ട്. ആ ഓക്കെ, ഇനി ഈ താത്തി എടുക്കുക. നമുക്ക് എവിടെയാ ഫീൽഡിൽ വരാത്തെന്നുള്ള ആടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എവിടെയാണ്? അങ്ങ് ആടൊക്കെ ഓരോ ഒന്ന് ഇത് താത്തൊന്ന് താത്ത്. ഇനി ഇതാവണില്ല. ഇത്രേ ഉള്ളൂ. ഇതാ. ഡെസ്റ്റിനേഷൻ കൊടുക്ക് നിങ്ങൾ. അത് ഇവിടെ ഇവിടെ ഡെസ്റ്റിനേഷൻ. എവിടെയാണ്? നിങ്ങൾ താത്തല്ല, കുറച്ചും കൂടി മുതിക്കേ. കുറച്ചും കുറച്ചും കൂടി ഇവിടെ ഏടിന്റെ ഡെസ്റ്റിനേഷൻ എന്നുള്ള ഇപ്പറ വലത്തെ കള്ളിയിലെ ഏറ്റവും ലാസ്റ്റ് വലത്തെ കൊണ്ടുവാ. കള്ളിയിൽ. എവിടെ? ലാസ്റ്റ് താട്ടെ. ഡെസ്റ്റിനേഷൻ. ആടെ ഒന്ന് കളിക്കുന്നേ. ഓക്കെ, ഒന്ന് താത്ത്. കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണ്. ഇപ്പൊ ഇതേപോലെ എന്താ തന്നെ കണ്ടു വരുന്നത്. അതാ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഏടിന്റെ
ഏടിന്റെ ഇവിടെ മേലെ അങ്ങനെ ആണെന്നാ മേലെ മൂന്ന് കുത്തിലെടുത്ത മൂന്ന് കുത്ത് അതിന്റെ മോള് അതിന്റെ ലേശം മോള് അതിന്റെ ആടല്ല. ആ മൂന്ന് കുത്ത് എടുത്ത ക്ലിക്ക് ചെയ്യേ. അവിടെ ഒന്ന് ഇവിടെ ഞെക്കല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് നിൽക്കുന്നത്. ഓപ്ഷൻ ഓക്കെ, അത് ഒഴിവാക്ക്. ആടൊന്നും വേണ്ട. നാളെ എന്റെ ഷെഡ്യൂള് വേറെ ഒരു പണിയില്ല കേട്ടാ. നാളെ ഫുള്ള് ആ 850 ആൾക്കാർക്ക് വിളിക്കാന്നാണ് ഗ്രൂപ്പിലുള്ള. ഓക്കെ. ട്ടാ. നാളെ ഞങ്ങള് കോട്ടൊക്കെ ഇട്ട് നിൽക്കി. പക്ഷെ എന്തായാലും ഞാൻ പോട്ടെ. ആ 10-30 ആൾക്കാരെ ഷാ എന്തായാലും റെഡി ആവും. ഷാ വിജയിക്കട്ടെ, അപ്പൊ സ്വീകരിക്കട്ടെ. ആമേൻ. ആമേൻ. ഇപ്പൊ ഇപ്പൊ ഏഡ് കൊടുത്ത് ഏഡ് എന്നുള്ള ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ട് ഏഡിന്റെ മുകളിൽ തന്നെ കൊണ്ടുപോവാ. ഏഡ് ആസ്പെക്ട് റേഷ്യോ ഇൻസ്റ്റാഗ്രാം ഇത് വല്ല താത്ത് നമ്മളവിടെ അതല്ല ഇവിടെ ഈ ഇത് തന്നെ ഏഡിന്റെ അതിന്റെ ഇപ്പുറത്തെ അല്ലേ. അതാത്ത നല്ല വെള്ളത്താ. താത്ത കുറച്ചും കൂടിയോ, കുറച്ചും കൂടി, കുറച്ചും കൂടി, കുറച്ചും കൂടി മതി. മെല്ലെ 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 അതിൽ കാത്ത സാധനം കാര്യം വരട്ടെ. ലോഡാട്ടെ. ഇല്ല, ഒന്നാണ്. മുത്തേ ഇതൊന്നും എല്ലാം ഒന്നൊന്നും അല്ലേ. കുറച്ചും കൂടി താത്തേ. കഴിഞ്ഞോ? ഇനി ഇതാവില്ല. രാവിലെ എന്നൊരാറിന് അല്ല ലോഡാട്ടെ. എല്ലാം ഒന്നാണ്. റീൽസ് ഒക്കെ വന്ന് എന്തെല്ലാം ഒന്നാന്നേ പറയുന്നേ. ആർക്കാ പറ എല്ലാം ഒന്നാന്ന് പറഞ്ഞ എന്നാ. ഇല്ല, എല്ലാം ഒരേ മോഡലാണ്. മുത്തേ നമ്മൾ ഒറ്റ ഒന്നാ തുറന്നിട്ടുള്ള രണ്ടെണ്ണം ഇനി തുറക്കുവാൻ ബാക്കിയാ. അതെ. ആ താത്ത് ഇനി നമ്മൾ ഇതാവൂല. മൂന്ന് കഴിഞ്ഞാ. ആ, കഴിഞ്ഞു. ഓക്കെ. ഇനി ഇങ്ങോട്ടോ, ഇനി ഇപ്പുറം വാ. ഇനി ഇടത്തെ ഭാഗത്ത് വാ, ഏറ്റവും ഇടത്തെ ഭാഗത്ത് എവിടെയും ക്ലിക്ക് ചെയ്യറേ. ഉം. അതല്ലാണ് വെക്ക് മുത്തേ. എന്നിട്ട് ഇപ്പൊ റീല് വാക്ക്. രണ്ടാമത്തേക്കാ. ആ രണ്ടാമത്തെ അതില് രണ്ടാമത്തെ ഏട് ക്വിക്ക് റിസൾട്ട് ഏട് രണ്ടാമത്തെ. ആ എന്റെ ഇതുപോലെ തന്നെ നീ പൊന്തിക്ക്. ആ ഈ ഏടും ആ ഏടും ഒന്ന് തന്നെയാ. ഒന്ന് തന്നെ വന്നിക്കണതേ, വേറെ ഇല്ല. ഒന്നായി മൂന്നിടത്ത് കൊടുത്ത് എല്ലൊക്കെ വേറെ വേറെ കൊടുത്തിരുന്നു. ആ, അതാ ഇവിടെ ഇത് വേറെ അല്ലേ. ഇവിടെ ഇത് മാത്രം. അത് നിങ്ങൾ ചില ഫീൽഡിൽ അത് പോവാത്തോണ്ട് അത് 9:1 ആയതുകൊണ്ട് രണ്ടെണ്ണം കൊടുത്തോണ്ട് ആ രണ്ടും വരുന്നത് അതാണ്. ഉം. ഓക്കെ. ഇനി മൂന്നാമത്തെ എടുക്ക്. വലത്തു ഭാഗത്ത് അല്ല എടുത്തു ഭാഗത്ത്. ആ ഇത് വേറെ അല്ലേ. മറ്റേ യൂട്യൂബ് സൈസിലൊന്നും ഉണ്ടായിരുന്നില്ലേ? അത് യൂട്യൂബ് കാണിക്കണില്ല. സൈസിൽ യൂട്യൂബ് സൈസിൽ ഉണ്ടേനോ? ആ. യൂട്യൂബ് സൈസ് എല്ലാത്തിലും പോവില്ല. യൂട്യൂബ് സൈസ് വേണ്ടിടത്ത് മാത്രമേ നമുക്ക് പിന്നെ കൊടുക്കാനാ പറ്റൂ. ഉം. ഈ ആക്റ്റീവായ ആഡിന്റെ ടച്ചിങ് എങ്ങനെ വരിക നമുക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ ടച്ചിങ് എങ്ങനെ ടച്ച് ചെയ്യാം? എങ്ങനെ മെസ്സേജ് ഉണ്ടാവുക? വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്ന ഡെമോ നോക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. ഇപ്പോ ആഡ് ഓൾറെഡി ആ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ആഡ് ഉണ്ടല്ലോ. ആ ആ ആഡ് നമുക്ക് പോയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുമെന്ന്, അപ്പൊ എങ്ങനെ ഉണ്ടാവും നോക്കാൻ പറ്റുമോ നോക്കിയോ ഡെമോ. നോക്കാം. നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നല്ലേ ചോദിക്കുന്നത്? അതെ, അതെ, അതെ. ഓക്കെ, അത് കാണാൻ പറ്റും. അത് രണ്ടു മൂന്ന് നേരത്ത് കാണാം. ഉം. ഒന്ന് കാണിച്ചാലേ. ഓക്കെ. ഇനിയിപ്പോ കറക്റ്റ് ഇതെല്ലാം റെഡി അല്ലേ? വേറെ എന്നാ ഇനി പ്രശ്നം? അല്ല, ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ. ഈ സാധനം ഇതാ. പോയി പഠിച്ച ഇനി തരൂല. റെക്കോർഡ് ചെയ്യില്ല. എന്ത് സാധനല്ലേ? ഇതൊക്കെ അതാ.
അത് നോക്കേ വേണ്ട, ഇതൊന്നും അതെ. ഇമ്പോർട്ടന്റ് ഉള്ള സാധനമല്ല. ഈ മൂന്നെണ്ണല്ലേ, ആ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അതിൽ എക്സ്പെക്ട് ഇത് വീഡിയോ. ഫേസ്ബുക്ക് സ്റ്റോറി. ആ ആ ആടെ ടച്ച് ചെയ്ത് നോക്ക്. നമുക്ക് ആടെ വേണമെങ്കിൽ അവിടെ ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ആടെന്നാ എടുത്ത് ഇതാ. വീഡിയോ ലാർജർ. ആ, ആടൊന്നു ആണ്. ഒന്ന് താത്തിയത് സൈഡില്, ആ അവിടെ പിടിച്ചു താത്തി 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 താത്തി. ഇതാവൂല, ചേഞ്ച് ആക്കണം. അതിൽ ചേഞ്ച് ഒന്നും ആക്കണ്ട. അത് 500, ഇത് നമ്മളെ സാധാരണ 500 പിക്സലിന്റെ മാത്രമേ പോകൂ. അതെല്ലാം വേറെ കൊണ്ടുവരണം. ഇതിൽ ക്രോപ്പ് കൊടുത്തിട്ട് ചെയ്ത് നോക്ക്. ഇപ്പുറം ക്രോപ്പ് അതാ കാണുന്നു. ആണ് ക്രോപ്പ്. ഇപ്പൊ എല്ലാം ക്രോപ്പാണ്. നെറ്റ് നിങ്ങളെല്ലാം പോലെ. മതിയോ? ചെറുതാകല്ല, ആ ഫുള്ള് കിട്ടേ. നമുക്ക് യൂട്യൂബിന്റെ സൈസിലുള്ള വീഡിയോ ഇല്ലേ, അത് ഇതിൽ കിട്ടാലോ. അത് ഒറിജിനൽ എന്ന് കൊടുക്കുക. 500 യൂട്യൂബ് ഒന്നും 500 അല്ല, 500 നമ്മുടെ അടുത്തില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് ഒറിജിനൽ. പക്ഷെ സേവ്, ആ ഒറിജിനലാണുള്ളത്, പക്ഷെ സേവ് ആവുന്നില്ല. ആ ഷോ യുവർ ഒറിജിനൽ. ഇതാ ഓക്കെ. ഇനി താഴത്തെ ഇത് ട്രിം, താഴത്തെ ഇതൊന്ന് സ്വിച്ച് ഓഫ് ആക്കി നോക്ക്. അടക്ക ഇവിടെ അപ്ലൈ ചേഞ്ചസ് കൊടുത്തു നോക്ക്. ആ വർക്ക് ഓക്കെ ആവണില്ല. ആവും. ഓക്കെ. ആളെ ചിലപ്പോൾ ഇമേജ് ആയിട്ടായിരിക്കും വേണ്ടി വരുന്നത്, വീഡിയോ ആയിരിക്കുമല്ലോ അത്. അതൊന്നും അങ്ങനത്തെ കാര്യം നോക്കിയിട്ട് വെറുതെ നമ്മൾ സമയം പോക്കുകയെന്നല്ലാണ്ട് അതിലൊന്നും അർത്ഥം ഉണ്ടാവില്ലേ. ഉം, ഉം, ഉം. ഇതൊന്ന് സ്വിച്ച് ഓഫ് ആക്കി നോക്ക്. കാരണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ഇവിടെ ലീഡ് വരുന്നുണ്ട്, ഇത് റണ്ണാകുന്നുണ്ട്. എല്ലാ ഫീൽഡിലും പോകൂല. എല്ലാ ഫീൽഡിലും പോകണമെങ്കിൽ ഇത് 500 സൈസ് എന്നല്ല അതിൽ കാണുന്നത്. ഇതൊന്നും ഇവിടെ ഇല്ല. രണ്ടാമത്തെ ഈ ഇമേജിന്റെ ചോട്ടിൽ ഒരു സ്വിച്ച് അതാ. ഇമേജിന്റെ അതൊന്നല്ല. എവിടെ ക്ലിക്ക് ചെയ്യാറ് ഇതോ, അവിടെ കൊണ്ടാക്കുകയാവും. ഷോ യുവർ ഒറിജിനൽ വീഡിയോ ഒന്ന് കാണിച്ച ആളെ കാണില്ല. ഇതോ. അതിന്റെ ആ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയ, എന്നിട്ട് ഇവിടെ അതിന്റെ താഴെ ഒറിജിനലിലേക്ക് കൊണ്ട് 9:16 നോക്ക്. സേവ് ഓക്കെ, ആവണില്ല. മോളിൽ പോയിട്ട് അതിന്റെ സൈസ് ഒന്ന് കുറച്ച് നോക്ക്. മോഡൽ എവിടെ? മോളിന്റെ അതിന്റെ കോഡ് കുറിച്ചൊന്ന് വലിച്ചു നോക്ക്. ഇത് പോവാണല്ലോ, ഇത് ചെറുതാവല്ലോ. ആ ചെറുതായിക്കോട്ടെ, ആ ചെറുതാക്ക്. അത് സെന്ററിലേക്ക് കൊണ്ടാക്ക് കുറച്ചും കൂടെ. ആ സൈസ് കുറച്ചിട്ട് നോക്കുക. ഒന്ന് താത്തേത് താത്ത്. ഏത്? അതല്ല, സൈഡ് വേറെ അടിച്ച് താത്തേ. എന്നിട്ട് ഈ നിങ്ങൾ വീഡിയോന്റെ കണ്ടന്റ് ഒന്ന് കുറച്ച് നോക്ക്. നമുക്ക് സേവ് വരുന്നുണ്ടോ നോക്ക്. ആടെ എന്താക്കി അപ്ലൈ ചേഞ്ചസ്. നിങ്ങളാ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. തിരക്ക് കിട്ടിയാലേ ഈ സംഗതി നടക്കൂല. നിങ്ങൾ റാം പുതുക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, എന്തായി? റാമ സേഫ് സോൺ ക്രാഷ് ഇല്ല. നമുക്ക് വീഡിയോ ചേഞ്ച് ആക്കാൻ തരുമോ? ഒപ്പുണ്ടാക്കാം. ആ വീഡിയോ ഇവിടെ ചേഞ്ച് ആക്കാൻ പറ്റും. ഇവിടെ മേലാതാഴ്ച ആ ചേഞ്ച് വിളിക്കും. ആ ഇത് കൊടുക്കാൻ പറ്റുമോ? ആടെ ആടെ 500 നിങ്ങൾ കൊടുത്തു നോക്കാം. ആടെ എന്താ വരുന്നത് നോക്കി നോക്ക്. അങ്ങനെ പഠിക്കുക. ഇത് മതിയാ? ആടെ സേവ് കൊടുത്ത് ആർക്കാണല്ലോ സേവ് കൊടുത്താ. ആ,
ഓക്കെ, ഇനി അടുത്ത ഓക്കെ, അടുത്ത എഡിറ്റ് ചെയ്യ്. അതായല്ലോ, ആ അടുത്ത എഡിറ്റ് ചെയ്യ്. ആ ഓക്കെ, മേലെ പോയിട്ട് ചേഞ്ച് കൊടുക്ക്. ഇപ്പൊ ചെയ്ത പണി ചെയ്യാമല്ലോ. അവിടെ ഒന്ന് ഏതെങ്കിലും ഒന്ന് കൊടുക്ക്. അധികം ചെറുത് എടാ, അത് ചെറിയ എന്തെല്ലോ പോകേണ്ട സാധനം, അത് ഇൻസ്റ്റഗ്രാം ഫ്ലോ ആല. ഓക്കെ, ഇനി അടുത്ത കൊടുക്ക്. അടുത്ത അയക്കത്. അതിന് അത് ചേഞ്ച് കൊടുക്ക്. വേറൊന്നും എടുത്തു നോക്ക്. എല്ലാത്തരം തന്നെ ഉണ്ടാവും, അതാ അതിന്റെ കണക്ക്. സേവ് കൊടുക്ക്. അതാ ഇവിടെ അതില്ല. അൺസപ്പോർട്ടഡ്. അതെ പറഞ്ഞ ആ സേവ് കൊടുത്തു. അതിൽ നടക്കൂല. അതിൽ പറഞ്ഞ പോലെ ഒരു ഇത് സൈസ് മതിയല്ലേ, ഇത് മാതിരി മതിയല്ലേ? കൊടുക്കണ്ടേ. എഡിറ്റർ വീഡിയോ മീറ്റ് ദ റിക്വയർമെന്റ്. അതിന്റെ റിക്വയർമെന്റ് നോക്കി ആടെ കുത്തിൽ പോയി അടിച്ചോ. ഇവിടെ ഒരു കുത്തിൽ ഐ എന്ന് പറഞ്ഞിട്ടേ. എവിടെ എവിടെ? അവിടെ ഐ അതല്ല, അതല്ല ആ പെൻസിന്റെ തൊട്ടിപ്പോ ഒരു കറുത്ത കുത്തതാ. കേട്ടില്ല. ആ അതേ ലൈനിൽ തന്നെ ഏഡ് ആണ്. ഇൻസ്റ്റഗ്രാം എക്സ്പ്ലോർ ഹോം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ലൈനില്ലേ, ഏത് പെണ്ണിന്റെ ഏരിയ തന്നെ. ഇവിടെ ആടെ ഒരു കറുത്ത കുത്തത ആയി എന്ന് പറഞ്ഞിട്ട് അത് നടക്കുക. അതിന്റെ അതിന്റെ ആടെ വെക്ക്. ആടെ വെക്ക് മാഷേ. അതിന്റെ ഡയമെൻഷനാ പറയുന്നത്. 500 × 622 പിക്സല്. ലെങ്ത് അപ് ടു 60 മിനിറ്റ്. എക്സ്പെക്ട് റേഷ്യോ 9:16. ഓക്കെ, അങ്ങനെ എല്ലോക്കുവാ. അതിന്റെ അടിയിലെ അതേ കുത്ത് തന്നെ. അടിയിലെ കുത്തുമ്പോൾ നോക്കിയോ. ഇതില് അടിയിൽ പിന്നല്ലേ ആ പെണ്ണിന്റെ അകത്ത് വേറെ കുത്തതാ. ഇതാ. അയമ കുത്ത് അയമക്കൊണ്ടാക്ക്. ലെങ്ത് 240 മിനിറ്റ്. എക്സ്പെക്ട് റേഷ്യോ ബിറ്റ്വീൻ 1:1, 1:9, 1:1. അതല്ല എന്തെന്നാന്ന് എനിക്ക് 240 ലെങ്ത് അപ് ടു 240 മിനിറ്റ് വരെയുള്ള വീഡിയോയിൽ പോകുന്ന സാധനം എന്തെന്നാ എടുത്തേക്കായി. നമുക്ക് അറിഞ്ഞൂടെ, എനിക്ക് അറിഞ്ഞൂടെ. എല്ലാ ഫീൽഡിലും ഒന്നും പോകില്ല. ഉം. ഇത് പബ്ലിഷ് നമുക്ക് ചെയ്യേ? ആവശ്യമുള്ള സംഗതിയല്ല. പബ്ലിഷ് ചെയ്താ വേറൊന്നുമില്ലല്ലോ. മടങ്ങിൽ പ്രിവ്യൂ റിവ്യൂ കൊടുക്കും മൊത്തം. നിങ്ങൾ ഏഡ് മൊത്തം റിവ്യൂ കിട്ടും. ഇവിടെ റിവ്യൂ ഓക്കെ, പറഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. പ്രിവ്യൂ. ഏഡ് നെയിമും എല്ലാം ഓരോന്നോരോന്ന് വായിച്ച് വായിച്ച് അതിന്റെ ഏഡ് ബജറ്റ് കാര്യങ്ങളെല്ലാം നോക്കി നോക്കി പോകും. പറപ്പിച്ച് പോയാല് പിന്നെ കോട്ടക്കെല്ലാം തീറ്റി പിന്നെ മഞ്ചേരി ആളിറങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. അല്ലെന്ന് വന്നു കഴിഞ്ഞാലുള്ള മെസ്സേജ് നമ്മളെ ചാറ്റ് ബോട്ടിന്റെ ട്രിഗർ മെസ്സേജ് ആണെന്ന് എങ്ങനെ അറിയാം? ഏഹ് വന്നു കഴിഞ്ഞാലേ അതാണ് തന്നെയാ. ഏ അത് കറക്റ്റാ. അപ്പൊ വന്നാൽ നിങ്ങൾക്ക് മെസ്സേജ് വരുമല്ലേ. എല്ലടോ ഇപ്പൊ നമുക്ക് ഒരു അനുഭവം ഉണ്ടായില്ലേ, അതുകൊണ്ട് ചോദിച്ചാണ്. ഒരനുഭവം കിട്ടിയോണ്ടല്ലേ നമുക്ക് തിരിച്ചിട്ടാവും. കഴിഞ്ഞില്ലേ, അനുഭവം കഴിഞ്ഞില്ലേ, റെഡിയല്ലേ. ഉം. ഒരു സാധനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ റെഡിയായി. ഉം. നമ്മളെ സ്ഥലം മാറിപ്പോയി, ഇനി സ്ഥലം തിരിച്ചിട്ട്. ഉം. ഇതിപ്പോ എനിക്ക് ഞാൻ ചോദിക്കണ വെച്ചാൽ ഇപ്പൊ എന്റെ ഓല് ഇൻസ്റ്റാഗ്രാം പേജിൽ ഓല് ഓല് നോക്കി അത് കഴിഞ്ഞാൽ എനിക്കത് അയക്കുന്ന കാണാൻ പറ്റുമോ? സമയത്തുണ്ടല്ലോ, കഥാ. ഓരോ ട്രിഗർ മെസ്സേജ് മേലെ ക്ലിക്ക് ചെയ്യുന്ന നേരെ സമയത്ത് ഓർക്ക് ആദ്യം പോകുന്ന മെസ്സേജ് അതിലെ മെസ്സേജാ പോവാ. ആ ആ ആ കഥാ. ഇവിടെ കണ്ട നിങ്ങള് ഗ്രോ വിത്ത് അനീഷി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എയർടെൽ മാഫി എന്റെ പ്രശ്നം, എന്റെ മൈക്ക് പ്രശ്നം തന്നെ. കേൾക്കണ്ടാ? هل سمعت إسماعيل؟ إسماعيل أنت سامع؟ ഞാൻ കേൾക്കുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല. يا سامع പറ. يا إسماعيل، ആ هل أنت مسمع؟ സ്മാ. ഓക്കെ, നോക്കി. ഇവിടെ ഗ്രോ വിത്ത് അനീഷി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ്, ഫിറ്റ് വിത്ത് ATF എന്നുള്ള ഫേസ്ബുക്ക് പേജ്. ഇതിലിപ്പോ എനിക്ക് ആ പോയി കഴിഞ്ഞാൽ ആ സ്പോൺസേർഡ് ആയിട്ടുള്ള ആഡ് കാണാൻ കഴിയും എനിക്ക്? കാണും. കാണാം.
ആ ആളപ്പോ വേറെ പയ്യുണ്ട് നിങ്ങളിപ്പോ ഇതിപ്പോ എന്താക്ക് പബ്ലിഷ് ആക്കട്ടെ. മനസ്സിലാക്ക് അല്ലാണ്ട് ഓക്കെ സക്സസ്ഫുള്ളി പബ്ലിഷ് ആയി. ഉം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ മെസ്സേജുകളുടെ ലീഡുകളില്ലേ, അത് എവിടെയുള്ളത്? ആ കഴിഞ്ഞ് വന്ന മെസ്സേജിന്റെ ലീഡാ 30-40 ലീഡുകൾ നേരത്തെ വന്നില്ലേ, വേറെ ആഡില്, മറ്റേ ആഡില്. അതിന് ലീഡ് ഫോമാ കൊടുത്ത്. ആ ലീഡ് ഫോമാ കൊടുത്ത്. അത് കാണാൻ വേണ്ടിയിട്ട്, ആ പഴയ ആഡുകൾ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടി? അതിലൊന്നും പോയി ക്ലിക്ക് ചെയ്യല്ല, നമ്മൾ ഇങ്ങോട്ടും ഉണ്ടാ ഇതൊന്ന് നീക്കി ഇത് അടിയിലെ ലൈനൊന്ന് നീക്കി പിടിച്ച് മെല്ലെ നീക്കി മെല്ലെ 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 മെല്ലെ. ഇപ്പത്തെ ആഡാണ് മുന്നത്തെ ആഡൊക്കെ എവിടെ? ഇതെല്ലാം ഇപ്പം തരാ മേലത്തല്ലേ ടൈലർഡ് ലീഡ് കാമ്പയിൻ ആയിട്ടല്ലേ. അല്ല, ഇതൊക്കെ മുന്നത്താണ്. ഇതേപോലെ ഇസ്മായിൽ എന്നുള്ള ആ ഇതിന്റെ ആഡ് എവിടെയാണ് മുന്നത്തെ? അത് നമ്മളിപ്പോ എവിടെയുള്ള നമ്മളിപ്പോ ഏഴ് സെറ്റിലായിട്ടുള്ള അത് അടുത്ത ഓൾ ആഡ്സ് നോക്കണം. ഓൾ ആർട്സ് പോയി ക്യാമ്പയിനിൽ പോയി അങ്ങോട്ട് ഓൾ ആർട്സിൽ നോക്കാം. ഓൾ ആർട്സ് കൊടുക്കേ. ഓൾ ആഡ്സ് അമർത്തിയിട്ട് കിട്ടണില്ല. ഓക്കെ സൂപ്പറാക്ക്. ക്യാമ്പയിൻ ഇത് ക്ലോസ് ചെയ്തൊന്നും കൂടി വന്ന് നോക്ക്. ഈ ഏഡിന്റെ ഓ, യാ നബി സലാം അലൈക. നാളെ ബറാത്തിരാവല്ലേ? ബറാത്ത്. നാളെ നോമ്പുണ്ട് കേട്ടോ. ക്യാമ്പയിനിൽ പോയി ഏ എവിടെ ക്ലിക്ക് ചെയ്യാറേ ഇനി ആ, എല്ലായിടും ഇതാണോ ഇതാണ് പഴയ ഇത് ഇവിടെ ഓഫായി 39 കിടത്തോളൂ. ലീഡ്. 29 ലീഡ് നടക്കുക അതിന്റെ മേലെ മേലെ ക്ലിക്ക് ഇവിടെ ഒരു കുത്തതാ എവിടെ? റിസൾട്ടിന്റെ മോള് എവിടെയും കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞതിന് ശേഷം ക്ലിക്ക് അതിന്റെ മോള് പോട്ടെ. പൊന്തിക്ക് 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 പൊന്തിക്കാൻ പറഞ്ഞാല് അങ്ങും ഇങ്ങും പോകുന്നതിനാ അതിന് നേരെ പൊന്തിച്ചാ പോരെ. ആ, ഇത് എവിടെ? പൊന്തിക്ക് എവിടെ പൊന്തിക്ക് പൊന്തിക്കണ്? പൊന്തിക്ക എവിടെയാണ് ഇത് കർസർ അങ്ങും ഉള്ളത്? ഇങ്ങും പോകുന്നത് ഇത് കൈ പറക്കുന്നുണ്ടോ. ഇതിന്റെ കർസർ എവിടെ? പൊന്നിട്ട് ആർന്ന് നേരെ മുകളിൽ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറോ ആ, മാർക്ക് അതിന്റെ ഇവിടെ ഇങ്ങനെ ഇവിടെ. ആ, ഒരു കുത്തതാ അതിന്റെ ഞാൻ പറഞ്ഞില്ല കേട് ടച്ച് എറിയുന്ന ആ, കൊണ്ടുപോയി ഇതാ വന്നിക്കണ്, കുത്തൂടല്ല. ഇതാ വന്നിക്കണ്, ഇതാ വന്നിക്കണ്, ഇതാ വന്നിക്കണ്. അയ്യന്നെ അയ്യന്നെ ആ, നമ്മളിപ്പോ നോക്കി വന്നു. ഇതെന്തായിട്ടാണ് വേണ്ടി? CSV ആയിട്ടാ? SPC ഡൗൺലോഡ് കൊടുക്ക് ഡൗൺലോഡ് ഓക്കെ, ഡൗൺലോഡ് കൊടുത്തു. ഇനി ആ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് എങ്ങനെയാണ് കൊടുക്കാം. വാട്സപ്പിലേക്ക് അയക്കാൻ വേണ്ടി അതിലേക്കാണ് പറ്റുക? ഡൗൺലോഡ് വരുന്നേക്കാ ഇതാ വന്നു. വെയിലാവുന്ന മേലെ അതിൽ ഫോൾഡറിലേക്ക് ഏടിയാന്നുണ്ടാവും അതിന്റെ റൂട്ടിങ് തിരിയും. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നിങ്ങളെ വാട്സപ്പിലേക്ക് അയക്കാൻ പറ്റുക? അപ്പോ എവിടെയാ വന്ന് നോക്ക്. ഇതാ ഡൗൺലോഡ്സിൽ. ഇല്ലേ വിൻഡോസിൽ യൂസറിൽ അനിയിൽ ഡൗൺലോഡിൽ ആ ഫയൽ ഉണ്ട്. ഇതാണ്. ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ആ, ഉണ്ട്. പക്ഷെ ഇത് ഒരാളെ വാട്സപ്പിലേക്ക് എങ്ങനെ അയച്ചു കൊടുക്കുക? രണ്ട് ഫയലായിട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഉം. ഇത് ഒരാളെ വാട്സപ്പിലേക്ക് എങ്ങനെയാണ് അയച്ചു കൊടുക്കുക? ഓപ്പൺ ആ, ഇതിപ്പോ ഒരാളെ വാട്സപ്പിലേക്ക് അതാണ് നമ്മൾ എങ്ങനെ സാധനം. അയച്ചു നോക്കാം? ഓക്കെ ഇതിലെവിടെയാ നോക്കാന്നാ. ആ, അല്ല, ഒരാളെ വാട്സപ്പിലേക്ക് ഇപ്പൊ അയച്ചു കൊടുക്കാൻ എങ്ങനെ പറ്റിയ? ഒരു ഇപ്പൊ ഏ ഞാനിപ്പോ നിങ്ങൾക്ക് അയച്ചു തരണം. ഉദാഹരണം ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾക്ക് എനിക്ക് അയച്ചു തരണം.
ആ ലീഡ് ഫോം ഫുള്ള് ആ എങ്ങനെയാണ് ഡോക്യുമെന്റ് ആ ആയിട്ടാണ്? അത് നിങ്ങൾ ഇഷ്ടം പോലെ ആക്കുക, നമുക്ക് കിട്ടുന്ന പോലത്തെ. എങ്ങനെ അയക്കുക അതാണ് ചോദിക്കണത്. ഡൗൺലോഡ്സിൽ പോയി ആഡ് വിത്ത്. അതിപ്പോ ഫയല് അല്ല മനുഷ്യ, ആ ഒരു ഫയലല്ല അത്. ആ ആ ഫയല് സാധാരണ ഇതിൽ അയക്കുന്നതിലോട്ട് നിങ്ങൾക്ക് എല്ലാം അയക്കാലോ. അത് അങ്ങനെ പറ്റണില്ല, അങ്ങനെ അതുകൊണ്ടാണ് ചോദിക്കണത്. അതുകൊണ്ടാണ് ചോദിക്കണത്. ഇപ്പൊ ഏ ആ ZIP ആയിട്ടാണ് കിടക്കണത്. ഏ ZIP ആയിട്ടാണ് വരുന്നത്. അത് ഓപ്പൺ ആക്കാൻ പറ്റണില്ല. ഇപ്പൊ നോക്കി, ഇപ്പൊ ഞാൻ അയച്ചു. സിപ്പ് ഫയൽ. ആ ആ നിങ്ങൾക്ക് ഓൺ സിപ്പ് ആവണ്ട. ഫയൽ. അത് എന്റെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടോ, ഞാൻ നോക്കട്ടെ. എന്റെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് എനിക്ക് സിപ്പ് ഫയൽ ഓപ്പൺ ആക്കുന്ന ഇതുണ്ട്, അതിൽ പോയി എനിക്ക് ഓപ്പൺ ചെയ്യാം. എല്ലടോ നേരെ എക്സൽ ഷീറ്റ് അങ്ങനെ കൺവേർട്ടർ ഇല്ല. ഇതിപ്പോ ഇത് CSV ആയിട്ടാണ് തരുന്നത് എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ആ CSV ഫയൽ ഓപ്പൺ ആവാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പൊ ആടെ ഓപ്പൺ ആയില്ല നിങ്ങൾക്ക്? അവിടെ ഓപ്പൺ ആയി. ഇതൊരാളെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ എങ്ങനെ പറ്റുക? അതാണ് എന്റെ ചോദ്യം. അത് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യമാണെങ്കിൽ പറയാനാവൂല. അത് ഓ. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കാണണം, പഠിക്കണം. ആ. ഞാൻ നോക്കട്ടെ, നിങ്ങൾ ഇപ്പൊ അയച്ചിട്ടുണ്ടല്ലോ എനിക്ക്, അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഉം. നിങ്ങൾ ഏതിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ? നിങ്ങളെ പേഴ്സണൽ വാട്സപ്പിലേക്ക്. പിന്നെ അയക്കല്ല മുത്തേ, ഒന്ന് ആ. മതി. ആ. അത് വിൻറാർ എന്നുള്ള അതല്ലെങ്കിൽ മറ്റേ എന്താണ്, പിന്നെ അക്രോബോട്ട് റീഡർ അങ്ങനത്തെ ഫയല് ഓപ്പണർ പോയിട്ട് ഓഫ് ആക്കണം, നേരെ ഓപ്പൺ ആവൂല. ആര് പറഞ്ഞിക്കാക? നേരെ ആ, ഫയല് വാട്സപ്പ് ഓൺ ആക്കണം പറ്റുമല്ലോ. വാട്സപ്പിൽ എങ്ങനെ ഓൺ ആക്കുന്ന ഫയൽ ഓൺ ആക്കുന്ന ഇല്ല, അത് സിപ്പ് ഫയൽ ഓൺ ആക്കുന്ന ഇത് വേണം, ടൂള്. എങ്ങനെയാണ്? എനിക്കറിയില്ല. സിപ്പ് ഫയൽ ഓൺ ഇപ്പൊ ആക്കാൻ ഇപ്പൊ വിൻഡോറിൽ നിങ്ങൾക്ക് നിങ്ങളെ ആഡ് ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കെങ്കിലും? ഇല്ല ഇല്ല. അതാണ്, അത് വലിയൊരു വിഷയമാണ്. ഒരാള് ഇപ്പൊ ഉദാഹരണം. ഇതാ വരുന്നുണ്ടല്ലോ, ഓപ്പൺ ആണല്ലോ അത്. അത് ഓപ്പണാ. എനിക്ക് അയച്ചാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് എനിക്കിതാ, എന്റെ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു. വന്ന് ഞാൻ പറഞ്ഞുതരാം. അതില് രണ്ടാമത്തെ ഫയൽ ആദ്യത്തെ സിജി സന്തോഷ് തൃശ്ശൂര് 40 വയസ്സാ. ആ ആ കിട്ടുന്നുണ്ടോ? എന്റെ ടെലിഫോൺ പക്ഷെ എന്റെ 82 81 30 പക്ഷെ എന്റെ 31 മൊബൈലില് ഓൺ 36 ആവില്ല. 36. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മൊബൈൽ അങ്ങ് അയച്ചു കൊടുക്കും, വെറുതെ പ്രശ്നമാക്കണമെങ്കിൽ. ഇല്ലെന്ന്, പക്ഷെ അതിന്റെ ഒരു രീതി ഉണ്ട് നിൽക്കുക. ഉണ്ടാവും. നമ്മളിപ്പോ അതിന്റെ ഫയല് നോക്കട്ടെ. ഫയൽ എടുത്തിട്ട് സേവ്, ഫയല്, ന്യൂ, ഓപ്പൺ, സേവ്, സെറ്റപ്പ്. സേവ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ വരും. സെറ്റപ്പിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. സെറ്റപ്പിന് പോയാൽ സെറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ആക്കണേ പ്രിന്റ് ആക്കാം. പേജ് സെറ്റപ്പ് പോയിട്ട് പേജ് ആക്കിയിട്ട് പ്രിന്റ് ഇപ്പൊ ഒരു ആക്കണമെങ്കിൽ PDF ഫയലായിട്ട് ഇപ്പൊ എങ്ങനെ എടുക്കുക? PDF ആയിട്ട് PDF കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് PDF ആക്കണം. അങ്ങനെയല്ലേ, നേരെ ഡൗൺലോഡ് ആയിട്ട് എക്സൽ ഷീറ്റ് ഒക്കെ കിട്ടും. കിട്ടുമായിരിക്കും. ഇടയ്ക്കെങ്കിലും പഠിക്കണം, സ്കൂളിൽ പോകേണ്ടി വരും അന്നേരം. ഉം, ഉം, അന്നേരം ഒരു ആളും പഠിപ്പിച്ചു തരും ഇങ്ങനെ ആവുമെന്നല്ലോ. ഉം. ഇതൊന്നും പഠിക്കാണ്ട് ഇവിടെ എല്ലാം വിചാരിച്ച പോലെ കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാം സ്വന്തം കുത്തിന് പഠിക്കണം. ഇതില്ലേ, ഫൈൻഡ് പ്രീവിയസ്, റീപ്ലേസ്, ഗോ ടു, സെലക്ട് ഓൾ, ഫോർമാറ്റ്, വേർഡ് റാപ്പ്, ഫോർമാറ്റ്, വ്യൂ, സൂം, സ്റ്റാർട്ട്, ഹെൽപ്പ്, സെൻഡ് ഫീഡ്ബാക്ക് അബൌട്ട് നോട്ട്ബുക്ക്. ഫോർമാറ്റിൽ വേർഡ് റാപ്പ് ഓക്കെ. ഇനിയിപ്പോൾ സേവേഴ്സ് സേവേഴ്സ് കൊടുത്ത് ഹനീഷ്. 。 . 。 . 。 . 。 . . . . 。 . 。 . 。 . 。 . . . . . . . . 。 。 . 。 。 . 。 。 . 。 。 . 。 。 . 。 。 . 。 。 。 。 。 。 . 。 。 . 。 .
മിസ്റ്റർ ന്യൂ റിപ്പോർട്ട് എന്നിട്ട് സേവ് ടൈപ്പ് സേവ് പി സി ഡോക്യുമെന്റിൽ പി സി ഡോക്യുമെന്റ് പി സിയിൽ ഡൗൺലോഡ് ഒന്നുകൂടി കയറണം സ്മൽക്ക ഇതാണ് ഒന്നുകൂടി ജോയിൻ ആവാം ആ